ഇതായിരുന്നു നമ്മുടെ അന്നത്തെ സംഭവം. ഇത് റിയൽ ലൈഫിലുള്ളതാണ്, സിനിമയിൽ കാണിക്കുന്ന ഇതൊന്നുമല്ല. ഡിസേർട്ടിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം നമുക്ക് വീഡിയോയുടെ ബാക്കി ഭാഗം കാണാം. ഇതാണ് മഴ. ട്രാക്ക് പ്ലെയിൻ ആണെങ്കിൽ ഇങ്ങനെ ജർക്കിങ് അല്ല, വേറെ വേറെ എടുക്കണ. എൻ്റെ പഠിച്ചവൻ എന്നാലും നിങ്ങളെ സമ്മതിച്ച്. ഇത് കൊരഞ്ഞൂരില്ലേ, നമ്മളെ കൊരഞ്ഞൂരുള്ള ഹനിയാണ് നമ്മളെ ഇന്നത്തെ ഈ ഒരു ഡെസേർട്ട് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി. അതെ, ഇത് അക്ബർ ഭായ് കൊട്ടേഷൻ കൊടുത്തതാണോ എന്ന് സംശയമുണ്ട്. പക്ഷെ അടിപൊളിയായിരുന്നു. ഒരിക്കലും വന്നത് അല്ലേ? അല്ല, ഇത്ര കുറച്ച് പുല്ലുണ്ടായിക്കോട്ടെ, വഴിയിലെവിടെയും തടയൂലോ, നമ്മളെ തടയൂലോ. ഇതെന്താ കുഞ്ഞാവില് എവിടെ എങ്ങനെ വണ്ടി പോയാലും കുഴപ്പമില്ല. മറ്റേ നമ്മള് റോഡിലൂടെ പോകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാ ഉപ്പല്ല, ഒരു പോലത്തെ സാധനം ചെയ്തിട്ട് അപ്പോൾ ഹബീബി കം ടു ദുബായ് ആൻഡ് എൻജോയ് വിത്ത് സഫാരി ഹനീഫ. താങ്ക് യു ബ്രോ ഹനീഫ ആൻഡ് അക്ബർ ബ്രോ. താങ്ക് യു, വെരി നൈസ് ആയിട്ടുള്ള സംഭവമായിരുന്നു. ഇനി തുഞ്ഞാവില് എവിടെ എങ്ങനെ വണ്ടി പോയാലും കുഴപ്പമില്ല. മറ്റേ നമ്മള് റോഡിലൂടെ പോകുമ്പോ അങ്ങോട്ടും ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന. ഇതേപോലെ ഇതിന്റെ ഓരോ മരങ്ങൾ തമ്മിൽ റൂട്ടുകൾ കണക്ട്. ഞാൻ പോയിട്ടുണ്ട് ഒരു വർഷം. പക്ഷെ അന്ന് ഇതേപോലെ ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പോരേണ്ടി വന്നു. അവിടെ പോയി ചെറുത്. പക്ഷെ ഇത്ര ഇല്ല. ഇപ്പൊ ലാസ്റ്റ് നമ്മളെ മേലക്ക് അടിച്ചേറിയില്ല. വണ്ടി പിടിക്കാൻ അങ്ങനെ വണ്ടിയൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബോണറ്റൊക്കെ പൊക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് പിന്നെ അവർ വണ്ടിനെ കുറിച്ചുള്ള തള്ളലാണ്. നമുക്ക് അങ്ങനെ വണ്ടി വാങ്ങാം, അങ്ങനെയാണ് സെക്കൻഡ്സിന് ഇത്ര റേറ്റ് അത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കാര്യമായിട്ടുള്ള എന്തോ ഭയങ്കര ചർച്ചയിലാണ്, ബിസിനസ് ചർച്ചയും കൂടിയാണ് തോന്നുന്നു. അങ്ങനെ എല്ലാ വണ്ടി ഭ്രാന്തന്മാർ കൂടിയിട്ട് വണ്ടിയെക്കുറിച്ചും അതിൻ്റെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും പറയാണ്. എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള പെർഫോമൻസ് കാര്യങ്ങൾ അങ്ങനത്തേത് ഇങ്ങനത്തേത് അങ്ങനത്തേതൊക്കെ പറയുന്നതിന് വല്ലാണ്ട് യോജിപ്പൊന്നുമില്ല. ചില വണ്ടികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം അറിയാം. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ, അതിലെന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ നമ്മൾ യാത്ര പോകുമ്പോൾ ഉണ്ടാകുന്ന ഇവരുടെ തമ്മിലുള്ള ഡിസ്കഷൻ, അതൊക്കെ കേട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് മാത്രം. അപ്പോൾ ഞാൻ ഇവരിങ്ങനെ പറയുന്നത് കുറച്ചൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ചെയ്യാണ്. അടുത്തത് എന്താ ഇപ്പോൾ കാണുന്നത്, എൻ്റെ പടച്ചോനെ നോക്കട്ടെ കേട്ടോ. ഇത് അക്ബർ ബ്രോ എനിക്കെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് രസമല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇത് പോർട്രേറ്റിലാണ് എടുത്തേക്കുന്നത്, അത് കാരണം ഇങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ അവിടെയുള്ള ഒരു ഇരിപ്പും നമ്മളത് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ഫീലായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. ഫോട്ടോ എടുക്കാനാന്ന് വിചാരിച്ച് ചിരിച്ച് നോക്കിക്കൊണ്ടിരിക്കണം. അതിലെടുത്തേക്കുന്ന അപ്പോൾ വീഡിയോ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനതിൽ ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. ഇങ്ങോട്ടല്ലേ വരണേ, എൻ്റെ മോത്തക്കന്നെ വരണത് വന്ന് ഞങ്ങളെ വേത്ത് കൊന്തോട്ടം തേച്ചിട്ടാണ് പൊക്കിയത്. ഇന്ന് എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. എങ്ങനെയുണ്ട് നമ്മളെ ഹനീഫ സാർ? എങ്ങനെയുണ്ട് ഹനീഫ സാറ്? മിച്ചു എന്ന് പറയാം. പിന്നെ ഭയങ്കര എന്താണ്, കംഫർട്ടാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു യാത്ര ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എന്താണ് പറയുക, ആസ്വദിക്കണമെങ്കിൽ അത്രയും കുറച്ചൊക്കെ ഡേഞ്ചർ പോകുമ്പോഴാണ് പറ്റുള്ളൂ. പക്ഷെ അത്രയും കംഫർട്ടായിട്ട് കൊണ്ടുവന്ന് ആരെങ്കിലും ദുബായ് അബുദാബി വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു യാത്ര പോകണം. അപ്പോൾ അതിന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ നമ്പർ അതിൽ ഇട്ട് തരാം കേട്ടോ. ഓക്കെ, കുറേ ആൾക്കാരുള്ളതല്ലേ, അവർക്കൊക്കെ ഒന്ന് കാണട്ടെ, അവരൊക്കെ വന്നിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു പ്രാവശ്യം ലൈഫിൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ വീഡിയോയിലും ഫോട്ടോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടല്ലോ, അത് സ്വയം അനുഭവിക്കാൻ പറയുന്ന ഒരു പ്രത്യേക ഫീലാണ് നമുക്ക്. പിന്നെ ഭയങ്കര ധൈര്യമാവും. നമ്മുടെ റോഡുകളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് യാതൊരു ടെൻഷനും ഉണ്ടാവില്ല. എത്ര കുഴിയും ഇതൊക്കെ ചാടാണെങ്കിലും ഒരു മൈൻഡ് ഉണ്ടാവില്ല. ആ ഒരു രീതിയിൽ ആദ്യം കണ്ടപ്പോൾ കൊല്ലാമോ കൊണ്ടുവന്ന് തോന്നിയില്ലേ? ഫസ്റ്റിലൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എത്ര ഇത് ചെയ്തിട്ടും ഒന്നും വേറെ വിഷയങ്ങളൊന്നും വരാണ്ട് എത്തുന്നതുകൊണ്ട് ആ ഒരു കംഫർട്ട് സോൺ നമ്മളെ മനസ്സിലപ്പോൾ
സെറ്റായി. ഇനിയിപ്പോ എങ്ങനെ പോയാലും ടെൻഷൻ ഇല്ല. ഒരാള് കണ്ണട ഇട്ടിരിക്കണായിരുന്നേ, ഇടക്കിടക്ക് കണ്ണടച്ചിരുന്നു, അതൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ ബാക്ക് ചെയ്തിട്ട് കറക്റ്റ് കണ്ടായിരുന്നു. ഇയാള് കണ്ണടച്ചിട്ട് കണ്ണിറുക്കി പിടിച്ചിരിക്കുക. ഞാനും പറഞ്ഞ വീഡിയോ എടുക്കണ ഒരു ഇതിൽ അതിട്ട് കിട്ടും വേണോ, എന്നാലും എന്റെ കൊറേ ബീഭത്സമായതൊക്കെ അതിൽ പെട്ടുണ്ട്. ഓക്കെ അല്ലേ? നിക്കട്ടെ ഒരു മിനിറ്റ്. ഇനി അല്ല ഇനി പോകുമ്പോ നമുക്ക് നല്ല രസത്തിൽ പോവാട്ടോ. അല്ല അങ്ങനെ അത് തരുമോ? ആ തലക്കെട്ട് അവരെ കഴിഞ്ഞക്ക കഴിഞ്ഞെങ്കിൽ ഇക്ക ഒന്ന് മേടിക്കോക്ക. ഇക്ക തലക്കെട്ട് മേടിക്കോ. അങ്ങനെ ഒന്ന് തലക്കെട്ടൊക്കെ കെട്ടിയൊന്ന് ഒരു അവിടുത്തെ ഒരു ദുബായ് വൈബൊക്കെ ഒന്ന് വരുത്താനായിട്ട് നോക്കി. നല്ല രസമായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഒക്കെ എന്നെ ചേർത്തിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ തന്നെ ഇക്കയും തലയൊക്കെ കെട്ടി. അത് പിന്നെ ഇക്ക അവിടുന്ന് അങ്ങനെയൊക്കെ കെട്ടി കന്തൂറൊക്കെ ഇട്ടിട്ട് പള്ളിയിലും പുറത്തൊക്കെ പോകുന്നതാണ്. അപ്പോൾ അത് കാരണം എനിക്കൊക്കെ അത് പ്രശ്നമൊന്നുമില്ല. എനിക്ക് അവർ കെട്ടി തന്നാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്തു കേട്ടോ. ഹബീബി കം ടു ദുബായ്. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് സ്റ്റൈലാക്കിയിട്ടൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു. വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നമുക്ക് അവിടെ ഇരുന്ന് ഫീൽ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു നല്ല ഇളം തെന്നലും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയി ഇതൊക്കെ എടുത്തു വെച്ച സംഭവങ്ങൾ ഇതിലൂടെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഇട്ടേക്കണം കേട്ടോ. ഷെയർ ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണം. ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പം ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ മണലിലൂടെയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. എനിക്ക് അതിൽ നിൽക്കാൻ പോലും പറ്റുന്നില്ല. നടക്കാൻ പോയിട്ട് എനിക്കതിൽ നിന്നാൽ പോലും എൻ്റെ വയ്യാത്ത കാലം ഉറക്കില്ലായിരുന്നു. എങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ട് കൂടി ഇവരുടെ കൈയൊക്കെ പിടിച്ച് അങ്ങോട്ടൊക്കെ പോയിട്ടാണ് ഞാൻ പതുക്കെ അവിടെ പോയിരുന്നത്. ആദ്യം കാറിൽ നിന്ന് ഇറങ്ങി ഒന്ന് ഇതായപ്പോഴും കാല് മണലിൻ്റെ ഉള്ളിലേക്ക് പോയി വീണായിരുന്നു, ജസ്റ്റ് ഒന്ന് വീണായിരുന്നു. പിന്നെ അവിടെ നിന്ന് എണീച്ചിട്ടാണ് പിന്നെ ഈ കസർത്തൊക്കെ കാണിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ആ ഒരു സംഭവം എൻജോയ് ചെയ്ത്. ഇനി അവരവിടെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് തരാണ് കേട്ടോ. രണ്ടുപേരും കൂടിയിട്ട് നല്ല നല്ല ഹെൽപ്പായിരുന്നു എല്ലാത്തിനും നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട്. ആ സൺസെറ്റിൻ്റെ ഭംഗി കൊണ്ട് അവിടെ നിന്ന് പോരാനേ തോന്നുന്നില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി കയറി. ഇനിയിപ്പോൾ നമ്മൾ ക്യാമ്പിക്കാ ഇല്ലേ, നമ്മളിങ്ങനെ പതുക്കെ നല്ല രസമാക്കിയിട്ട് ഇങ്ങനെ ദുബായിയുടെ നഗരമധ്യത്തിൽ നമ്മുടെ ഒരു പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ.